പാലക്കാട് നടുറോഡിൽ ഒരു സ്ത്രീ നമസ്കരിക്കുന്ന വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയ നല്ല രൂപത്തിൽ പ്രചരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പല ക്യാപ്ഷനോട് കൂടി വർഗീയമായി ചേരിതിരിക്കുന്ന ക്യാപ്ഷനോട് കൂടി പ്രതികരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാം. അത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം. ഇതാണ് വീഡിയോ. അപ്പോൾ ഇതിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്, സ്ത്രീകൾ നമസ്കരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ആ വസ്ത്രം ഇട്ടുകൊണ്ടാണ് അവർ അവിടെ നടുറോഡിലെത്തി മുസല്ലൊക്കെ വിരിച്ചിട്ട് നിസ്കരിക്കുന്നത്. അപ്പോൾ പല ആളുകളും ഇതൊരു മതത്തിൻ്റെ പേരിൽ കെട്ടിച്ചമക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അവരെ പേര് നഫീസ എന്നാണ്, കോയമ്പത്തൂർ സ്വദേശിയാണെന്നാണ് അറിഞ്ഞത്. ഇത്തരത്തിൽ റോഡിലേക്ക് ഇവരെത്താനുള്ള കാരണം, ഇവരെ ഭർത്താവ് മരണപ്പെട്ട് അങ്ങനെ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ സഹോദരങ്ങൾക്കും മറ്റ് ആളുകൾക്കൊക്കെ കിട്ടി. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് ഇത് കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടോ അങ്ങനെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം, ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ നടുറോട്ടിലേക്ക് എത്തി ഇങ്ങനെ നിസ്കരിച്ചത്. അപ്പോൾ പോസ്റ്ററുകൾ നമ്മൾ കാണുന്നത് എന്താണ്, നമസ്കാരത്തിന് സമയമായപ്പോൾ മുസല്ലിട്ട് നിസ്കരിച്ച് അങ്ങനെ ആക്കി, അങ്ങനെ പല രൂപത്തിലാണ്. അത് ഒന്ന് ആ മതത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. കാരണം ഞാനൊക്കെ മനസ്സിലാക്കിയത്, നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഒരു വഴിയിൽ, അപ്പോൾ ഒരുപാട് ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ലോ അതല്ലെങ്കിൽ മറ്റ് ആളുകൾക്ക് നടക്കാൻ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിൽ, ഒരു തടസ്സം അവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്നുള്ളതാണ് ഞാനൊക്കെ പഠിച്ചത്. അപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള ആൾ ഒരിക്കലും ഇത് ചെയ്യൂല എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ നാട്ടുകാരും അല്ലാതെയൊക്കെ കമൻറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വസിക്കുന്ന മതത്തെ പറയിപ്പിക്കുന്ന രൂപത്തിലേക്കാവരുത് നമ്മുടെ പ്രതിഷേധങ്ങൾ. നമുക്ക് പല വിഷയങ്ങളുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ രൂപത്തിലെ പ്രതിഷേധങ്ങൾ അറിയിക്കുകയും കാര്യങ്ങളൊക്കെ ആവാം. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതുവരെ ഒരു വിഷയമില്ലാതെ എല്ലാ ഡ്രസ്സും ഇട്ട് നടന്ന ആള് മതത്തിൻ്റെ പേരിലേക്ക് ആക്കാൻ വേണ്ടി പർദ്ദയും മക്കനെ ഒന്നായിട്ട് എടുത്തിട്ട് പോയത് കണ്ടില്ലേ? അതേപോലെയാണ് അതൊക്കെ വെച്ചാൽ എല്ലാം മതത്തിൻ്റെ ആലയിലേക്ക് കൊണ്ടുവന്ന് കെട്ടുന്നത് അത്ര നല്ല